ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററിലെ ഒരു പ്രൂഫ് നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ പ്രൂഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ പ്രൂഫ് ഇതാണ്. പൊട്ടൻഷ്യൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. കാരണത്തിലുള്ള നമ്മൾ ആദ്യം പറഞ്ഞ പ്രൂഫ്, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് പറഞ്ഞത്. ഇനി പറയുന്നത് രണ്ട് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, അതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. നമ്മൾ ഇതിന്റെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആദ്യം ആരെ വരയ്ക്കണം? ഡൈപോൾ കാരണമാണ്, അപ്പോൾ ആദ്യം തന്നെ ഡൈപോൾ വരയ്ക്കുക. ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഞാൻ രണ്ട് ഡൈപോൾ വരച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഒരു മൈനസ് ക്യൂ കൊടുത്തു, മറ്റേ ഭാഗത്ത് ഒരു പ്ലസ് ക്യൂ കൊടുത്തു. ഇടയിലുള്ള സെപ്പറേഷൻ 2a ആണ്. നടുക്കിൽ O എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇട്ടിട്ട് ഇവിടെയും A എന്ന് പറഞ്ഞ് എഴുതി, ഇവിടെയും A എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ നമ്മൾ ഡൈപോൾ വരച്ചു കഴിഞ്ഞു. ഇനി ഒരു പോയിന്റ് വേണം. അപ്പൊ ഞാനിവിടെ P എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. P എന്ന് പറഞ്ഞ പോയിന്റില് പ്ലസ് ക്യൂ കാരണവും ഒരു ഡൈപോൾ ഉണ്ടാകാം, മൈനസ് ക്യൂ കാരണം ഒരു ഡൈപോൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എവിടെയുള്ള പൊട്ടൻഷ്യൽ, പിയിലുള്ള പൊട്ടൻഷ്യൽ എന്ത് കാരണം? മൈനസ് ക്യൂ കാരണം കണ്ടുപിടിക്കണം, പ്ലസ് ക്യൂ കാരണം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഒരു ഡിസ്റ്റൻസ് എഴുതാണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് എഴുതുമ്പോൾ ഞാനിതിനെ R1 എടുക്കുകയാണെങ്കിൽ ഇത് R2 എടുക്കാം. അപ്പൊ അതിന്റെ സെന്ററിലോട്ട് ഒരു പോയിന്റ് വരുന്നുണ്ട്. ഇതിനെ R എന്ന് എടുത്തു. അപ്പൊ മൂന്ന് ഡിസ്റ്റൻസ് ഉണ്ട്. R1 ഉണ്ട്, R2 ഉണ്ട്, R ഉണ്ട്. നമ്മൾ പ്രോപ്പർ ആയിട്ട് ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഡൈപോൾ വരച്ചു. P എന്ന് പറഞ്ഞൊരു പോയിന്റ് കാണിച്ചു. P എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പ്ലസ് ക്യൂവിലോട്ടുള്ള ഡിസ്റ്റൻസ് ഞാൻ R1 എടുത്തിട്ടുണ്ട്, മൈനസ് ക്യൂവിലോട്ടുള്ള ഡിസ്റ്റൻസ് R2 എടുത്തിട്ടുണ്ട്. രണ്ടിന്റെയും നടുക്കത്തെ പോയിന്റ് ഓയിലോട്ടുള്ള ഡിസ്റ്റൻസ് R എന്ന് എടുത്തിട്ടുണ്ട്. ഇത്ര കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. പൊട്ടൻഷ്യൽ ഓൾറെഡി ഇക്വേഷൻ നമുക്കറിയാം. V is equal to, ഇതിന് ക്ലാസ്സിൽ എഴുതി, V is equal to 1/4πε0 Q/R. ഇതാണ് പൊട്ടൻഷ്യൽ ആണ് ഇക്വേഷൻ. ഇവിടെ ഒരു പൊട്ടൻഷ്യലോടെ എത്ര പൊട്ടൻഷ്യൽ ഉണ്ട്? രണ്ട് പൊട്ടൻഷ്യൽ ഉണ്ടാവും. കാരണം ഇവിടെ രണ്ട് ചാർജ് ഉണ്ട്. നേരത്തെ ഒരു ചാർജ് ഉള്ള കാരണം Q കാരണം ഉണ്ടായ പൊട്ടൻഷ്യൽ ആയിരുന്നു V. ഇവിടെ പ്ലസ് ക്യൂ ഉണ്ട്, മൈനസ് ക്യൂ ഉണ്ട്. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈ മൈനസ് പൊട്ടൻഷ്യലിന്റെയും പോസിറ്റീവ് പൊട്ടൻഷ്യലിന്റെയും സം ആയിരിക്കും. V പ്ലസ് പ്ലസ് V മൈനസ്. അപ്പോ V പ്ലസ് ഒന്ന് ആലോചിച്ച് നോക്കാം. V പ്ലസ് എന്താ പറയാ? 1/4πε0 Q. Q ആണ്, പ്ലസ് Q ആണ്, പ്രത്യേകിച്ച് കുഴപ്പമില്ല. Q ബൈ ഡിസ്റ്റൻസ് R1 ആണ്, പ്ലസ് അടുത്ത് 1/4πε0 Q. Q എഴുതുമ്പോൾ കുഴപ്പമൊന്നു, കാരണം ഇവിടുത്തെ Q എന്ന് പറയുന്നത് Q ആണ്, മൈനസ് Q ആണ്. അതായത് മൈനസ് V ഉണ്ടാവാൻ കാരണത്തിലുള്ള ചാർജ് മൈനസ് Q. അപ്പോൾ ഇവിടുത്തെ ചാർജ് എഴുതുമ്പോൾ നമ്മള് മൈനസ് Q എന്ന് എഴുതേണ്ടി വരും, ബൈ R2 ആണ്. അപ്പൊ ഇതിനടുത്ത് മൈനസ് Q നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുമ്പോൾ ഈ ടോട്ടൽ ടൈം എന്തായിട്ട് മാറും? ഇത് നമുക്ക് മൈനസ് ആക്കാം. പകരം എടുത്ത് മൈനസ് ഒന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ മതി. അടുത്ത ഒറ്റ സ്റ്റെപ്പ് ആക്കി എഴുതുമ്പോൾ ടോട്ടൽ V is equal to Q/4πε0 into 1/R1 minus 1/R2. ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. അപ്പോൾ V പൊട്ടൻഷ്യൽ ആണ്. എന്താണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യൽ എന്താണ്? V is equal to Q/4πε0 into 1/R1 minus 1/R2. 1/R1 minus 1/R2. പക്ഷേ നമുക്ക് ഒരിക്കലും ഈ R1 R2 തന്നിട്ടുണ്ടായിരിക്കില്ല. നമുക്ക് ആകെ തരുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞത് ഈ നടുക്കിലുള്ള R മാത്രമേ തരൂ. അപ്പൊ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഇക്വേഷൻ എന്താ? V is equal to Q/4πε0 1/R1 minus 1/R2. പക്ഷെ ഈ ഇക്വേഷൻ നമ്മുടെ ഉണ്ടായിട്ടൊരു കാര്യമില്ല. കാരണം നമുക്ക് പരീക്ഷയ്ക്ക് തരുന്നത് Q തരും, പിന്നെ തരുന്നത് R ആണ് തരാം. R1 R2 തരില്ലെന്നുള്ള
ആർ. ഈ ആർ എന്ന് പറഞ്ഞാൽ എന്താ? പിയിൽ നിന്ന് ഡൈപോളിലെ സെന്ററിലോട്ടുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ മാറ്റി R1 R2 ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആര് മാത്രമേ വരാൻ പാടുള്ളൂ? R എന്ന് പറഞ്ഞ ഒരാൾ മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയാക്കി മാറ്റണം. അതിനു വേണ്ടിയാണ് അടുത്തത്. അപ്പൊ നമുക്ക് വേണ്ട ആൻസർ ഏകദേശം ഇതാണ്. പക്ഷെ ഇതിൽ R1 R2 വരാൻ പാടില്ല. അതാണ് നമ്മുടെ കുഴപ്പം. അപ്പൊ അതിനെ മാറ്റാം. അതിനെ മാറ്റാൻ വേണ്ടി ആദ്യം തന്നെ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി ഇങ്ങോട്ട്. ജസ്റ്റ് നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു, ഡോട്ട് ഇട്ട് വരച്ചാണ്. ഇതൊന്ന് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുന്നുണ്ട്. നീട്ടി വരച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നുണ്ട്. ഇതും പെർപെൻഡിക്കുലർ ആണ്, ഇതും പെർപെൻഡിക്കുലർ ആണ്. പിന്നെ നമ്മൾ എല്ലാത്തിനും ഒരു പേര് കൊടുക്കണം. നേരത്തെ കൊടുത്തിട്ടുണ്ടായില്ല. ഞാൻ ഈ പോയിന്റിന് എ എന്ന് പറഞ്ഞ പേര് കൊടുക്കാണ്, ഇതിന് ബി കൊടുക്കാണ്, ഇതിന് സി കൊടുക്കാണ്, ഇവിടെ ഡി കൊടുക്കാണ്. നമ്മൾ ഈ ഫിഗർ ഏകദേശം ഒന്ന് നോക്കുമ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ട്. നമുക്ക് R2 എന്ന് പറഞ്ഞ സംഭവം എന്താ? R2 AP ആയിരുന്നു. പക്ഷെ ഈ AP എന്ന് പറയുന്നത് ഏകദേശം ആക്കി ഈക്വലായിരിക്കും PC-ക്ക് ഈക്വലായിരിക്കും. ഏകദേശമാണ്, കറക്റ്റ് ഈക്വൽ അല്ല. PC ഈ PC എന്ന് പറഞ്ഞാൽ ആരും കൂടി ചേർന്നെന്താ? POയും OCയും കൂടി ചേർന്നാണ് ആര്? PC. PC is equal to PO plus OC. ഈ POന്റെ ലെങ്ത് നമുക്കറിയാം. POന്റെ ലെങ്ത് എന്തായിരുന്നു? 6 ആയിരുന്നു. അതാണ് ഇവിടെ തൊട്ട് ഇവിടെ ലെങ്ത് is equal to 6. അപ്പൊ R plus OC. അപ്പൊ നമുക്ക് PC-ക്ക് പകരം കൊടുക്കാം. അതായത് PC എന്ന് പറഞ്ഞ ലെങ്ത്തിന് പകരം കൊടുക്കാം R plus OC. ഇനി OC കാണാനുള്ള ഒരു മെത്തേഡും കൂടി ഉണ്ട്. വെറുതെ ഇരിക്കും. നമുക്ക് കൊടുത്ത ആംഗിൾ തന്നുണ്ട് തീറ്റ. ഓപ്പോസിറ്റ് ആംഗിൾ ആയാലും കൂടി തീറ്റ ആയിരിക്കും. നിങ്ങളിതില് കോസ് തീറ്റ എടുത്ത് നോക്കി എന്താ കിട്ടാം? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, സോറി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇതാണ് അഡ്ജസന്റ് സൈഡ് ആയിട്ട് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ആരാണ്? OC ആണ്. OC ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെർപെൻഡിക്കുലർ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടനസ്. അപ്പൊ അത് A വരും. അപ്പൊ OC-ക്ക് വരെ എന്ത് കൊടുക്കാം? A cos തീറ്റ. അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് ഒരുമിച്ചാക്കി എഴുതുമ്പോ R2 ഈക്വൽ ടു ആണ് നമുക്ക് AP വന്ന്, AP ആണ് PC ആയത്, PC ആണ് ലാസ്റ്റ് എന്ത് വന്ന R plus OC. അപ്പൊ ഡയറക്റ്റ് എഴുതുമ്പോ PC-ക്ക് വരും R2 ഈക്വൽ ടു R plus OC-ക്ക് വരും A cos തീറ്റ എന്ന് എഴുതാം. ആണ് നമ്മുടെ ഫസ്റ്റത്തെ കൺവേർട്ട് ചെയ്തത്. അപ്പൊ R2 നമുക്ക് എന്ത് എഴുതാം? R plus A cos തീറ്റ. ഇതേ മെത്തേഡ് വെച്ചാൽ നമ്മൾ ആരെയും കൺവേർട്ട് ചെയ്യാം? R1-നെയും കൺവേർട്ട് ചെയ്യാം. R1 കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ആംഗിൾ ആണ് എടുക്കുന്നത്, ഈ ട്രയാംഗിൾ ആണ് എടുക്കേണ്ടത്. ഞാനത് ഇവിടെ ഒന്ന് എഴുതുന്നുണ്ട്. ആരും തന്നെ എന്ത് ചെയ്യാം? ഫിഗർ കൺഫ്യൂസ് ആകുന്നത്. ഞാനിവിടെ ഒന്ന് എഴുതുന്നുണ്ട്. R2 ഈക്വൽ ടു ഏകദേശം AP ആയ പോലെ R1 ഈക്വൽ ടു ഏകദേശം എന്താണ്? R1 ഈക്വൽ ടു നമുക്കറിയാം PB ആണ്. ഈ PB ഏകദേശം ആർക്ക് ഈക്വൽ ആണ്? PB ഏകദേശം ഈ PD-ക്ക് ഈക്വൽ ആണ്. ഈ PD എന്ന് പറഞ്ഞാൽ എന്തിനെന്ത് കുറയ്ക്കുന്നതാ? PD എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് PD. ഈ PD എന്ന് പറയുന്നത് PO-യിൽ നിന്ന് OD കുറച്ച് നമുക്ക് എന്ത് കിട്ടും? PD കിട്ടും. PD is equal to PO minus OD. ഇത് D ആണ് കേട്ടോ. നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ മാറ്റാണ്. PO നമുക്കറിയാം. PO എന്ന് പറഞ്ഞാൽ R ആണ്. അപ്പൊ R1 is equal to നമുക്ക് കണ്ടത് R minus OD ആണ്. നമ്മൾ ആരെ മാറ്റി? ഉറപ്പായിട്ടും OD-നെ മാറ്റും. OD-നെ മാറ്റാണ് നമ്മൾ ഈ ട്രയാംഗിൾ എടുക്കുക. നേരത്തെ അതേ മെത്തേഡ് തന്നെ കോസ് തീറ്റ. കോസ് തീറ്റ എന്തായിരിക്കും? ഇതാണ് കോസ് തീറ്റ. അഡ്ജസന്റ് സൈഡ്, ഇതാണ് അഡ്ജസന്റ് സൈഡ്. അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ OD ആണ്. ഹൈപ്പോട്ടേനിയസ് A ആണ്. OB ആണ്. ഈ സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ A ആണ്.
therefore OD is equal to A cos theta. ഇവിടെയും നമ്മുടെ പ്രശ്നം മാറി. R1 is equal to എന്ത് എഴുതാം? R minus A cos theta. അപ്പൊ നമുക്ക് രണ്ടാൾക്കാരും കിട്ടി. R2 ന് പകരം R plus A cos theta എന്ന് എഴുതാം. R1 ന് പകരം R minus A cos theta എന്ന് എഴുതാം. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താ പറയാ? Q by 4 pi epsilon 0 into into 1 by R1 എന്ന് പറയുന്നത് ഏതോ R minus A cos theta minus 1 by R plus A cos theta. ഇനി നമ്മൾ ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കോമൺ ടേംസ് ഉണ്ടെങ്കിൽ നോക്കുക. ഓപ്പോസിറ്റ് ടേംസിനെ ക്യാൻസൽ ആക്കി കളയാം. ഇവിടുന്ന് എഴുതാൻ പറ്റില്ല, ഞാൻ എഴുതമാക്കിയിട്ടുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചോളൂ. മാർക്കേണ്ടി വരും. നമ്മളിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ B is equal to Q by 4 pi epsilon 0 into ഇവിടെ വരുമ്പോൾ R plus A cos theta ആവും. ഇതോട്ട് വരുമ്പോൾ മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് ആർ, ഈ മൈനസ് പ്ലസ് ആയിട്ട് മാറും. ഈ മൈനസ് വരുമ്പോൾ പ്ലസ് കോസ് തീറ്റ ഓൾ ഡിവൈഡ് ബൈ താഴെ എടുക്കുന്നത് എ മൈനസ് ബി എ പ്ലസ് ബി ഫോമുല. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എഴുതുമ്പോൾ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇവിടെ നമുക്കറിയാം ആരൊക്കെ വെട്ടി പോവാ. ഇവിടെ പ്ലസ് ആർ ഉണ്ട്, ഇവിടെ മൈനസ് ആർ ഉണ്ട്, ബാക്കി എ കോസ് തീറ്റ ഉണ്ട് കേട്ടോ. A cos theta അപ്പോൾ വരുമ്പോൾ 2A cos theta equal to Q by 4 pi epsilon 0 into 2A cos theta by ഇതിങ്ങനെ തന്നെ പ്രത്യേകിച്ച് മാറ്റില്ല. ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. മുൻപത്തെ പാട് ഓർമ്മയുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ ചെറിയൊരു ഐഡിയ ഉണ്ടാവും. ഈ 2AQ ഈ 2AQനെ ഒറ്റ ടേമാക്കി മാറ്റാം. ആരാണ്? P. ഡൈപോൾ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ് 2AQ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ വീണ്ടും മാറ്റാം. 2AQനെ P ആക്കി മാറ്റി. അപ്പൊ P cos തീറ്റ ബൈ 4 pi epsilon 0 R സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഒരു പരിപാടിയോടും ചെയ്യുന്നത് ഇവിടെ വിചാരിക്കുക എ വളരെ വളരെ ചെറുതാണ് വിചാരിക്കുക. ആറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡൈപോളിന്റെ ഡിസ്റ്റൻസ് വളരെ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി മാറ്റാം. അതാണ് നമുക്ക് കിട്ടുന്ന ഏകദേശം ഫൈനൽ ഇക്വേഷൻ. P is equal to P cos theta by 4 pi epsilon 0. എ വളരെ ചെറുതാണെങ്കിൽ ഈ ടോട്ടൽ ടേം 0 ആയിട്ട് പോകും. ബാക്കി ആര് മാത്രമല്ലോ ആർ സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. നമ്മൾ ടോപ്പിലൊക്കെ ഓർക്കാം. നമ്മൾ ആദ്യം ഡൈപോൾ വരച്ചു. ഡൈപോളിൽ രണ്ട് ചാർജ് ഉണ്ട്, പ്ലസ് ക്യൂ ഉണ്ട്, മൈനസ് ക്യൂ ഉണ്ട്. പ്ലസ് ക്യൂ കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, മൈനസ് ക്യൂ കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കാം. 1/4 pi epsilon 0 into Q by R1 മൈനസ് Q by R2. ഒരു കുഴപ്പം ഉണ്ടായില്ല. പക്ഷെ പ്രശ്നം വന്നത് എന്താ, നമുക്കൊരിക്കലും R1 R2 തരില്ല. നമുക്ക് ആര് മാത്രമേ തരുള്ളൂ? R. R1നെയും R2നെയും ഏത് ഫോമിലാക്കി മാറ്റണം? ആറിന്റെ ഫോമിലാക്കി മാറ്റും. അപ്പൊ നമ്മളത് കണ്ടുപിടിച്ചത് R1 വരെ എന്ത് എഴുതാം? R മൈനസ് എ കോസ് തീറ്റ, R2 വരം R പ്ലസ് എ കോസ് തീറ്റ ആണ് കൊടുക്കുക. പിന്നെയാണ് അങ്ങോട്ടും ക്ലോസ് ചെയ്ത് പിന്നെ സിംപ്ലിഫൈ ചെയ്ത ഫൈനൽ ഇക്വേഷൻ ആണിത്. V is equal to P cos theta by 4 pi epsilon 0 into R square. ഇത് എന്തിന്റെ ഇക്വേഷൻ ആണ്? ഏത് ഫോമിലാണ് ഇക്വേഷൻ വരാം? ഡൈപോൾ കാരണം ഉണ്ടാവുന്ന
പൊട്ടൻഷ്യൽ. സാധാ പൊട്ടൻഷ്യലാണ് നമുക്കറിയാം ഇക്വേഷൻ എന്താ 1/4πε0 Q/r ആണ്. പക്ഷെ ഡൈപോൾ കാരണമാണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1/4πε0 P cos θ/r² ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പ്രൂഫ്. കഴിഞ്ഞു. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ പ്രൂഫാണ് ഈ ക്ലാസ്സിലെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പൊ എന്താ പറയണ, ഒരു ഡൈപോൾ ഉണ്ട്. ഡൈപോളിന്റെ എന്താണ് കാണുന്നത്? പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് എവിടെ വെക്കുമ്പോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ രണ്ട് കാര്യമുണ്ട്. ഓൾറെഡി ഡൈപോൾ ഉണ്ട്, നമ്മൾ എന്തും കൊടുക്കുന്നുണ്ട്, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡും കൊടുക്കുന്നുണ്ട്. ആരും തന്നെ ഒരു പൊട്ടൻഷ്യൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ആദ്യം തന്നെ കൊടുക്കാം. യൂണിഫോം ആണ് വിചാരിച്ചു. ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു ഡൈപോൾ, അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ഡൈപോളും വെക്കുന്നുണ്ട്. ഡൈപോള് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗത്ത് -Q ഉണ്ടായിരിക്കും. കുറച്ച് വലുതാക്കി വരയ്ക്കാം. ഒരു ഭാഗത്ത് -Q ഉണ്ടായിരിക്കും, വേറെ ഭാഗത്ത് +Q ഉണ്ടായിരിക്കും. അപ്പൊ -Q ഉള്ള ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ വരച്ച പോലെ ഇങ്ങോട്ടായിരിക്കും ഫീൽഡ് വരാം, ഇത് ഇങ്ങോട്ടായിരിക്കും പോകണ്ടായിരിക്കും. ഈ ഡൈപോളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2a ആണ്. ഇതിന്റെ ആംഗിള് θ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡൈപോൾ വെച്ചിട്ടുണ്ട്. ഡൈപോളിന്റെ രണ്ട് ഭാഗത്ത് ചാർജ്, ഒരു ഭാഗത്ത് +Q വെച്ചിട്ടുണ്ട്, മറ്റു ഭാഗത്ത് -Q. സെപ്പറേഷൻ 2 ആണ്, ആംഗിൾ θ ആണ്. ഇതൊക്കെ നമ്മൾ മുൻപേ പടത്തിൽ പറഞ്ഞാണ്. ഡൈപോളും ഒക്കെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ വർക്ക് ഡൺ കൺസെപ്റ്റിലാണ് കാണുന്നത്. വർക്ക് ഡൺ ഈസിക്കൽ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ വെക്കാൻ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യാണ് തുടങ്ങുന്നത്. നമ്മൾ അവിടെ ടോർക്കിന്റെ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ. ഇവിടെ വർക്ക് ഡൺ ഈസിക്കൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ല, കാരണം ഇവിടെ മൂവ് ചെയ്യുന്നില്ല ഒരാളും. കാരണം ഇവിടെ മൂവ്മെന്റ്സ് അല്ല, ഇവിടെ നടക്കുന്നത് എന്താണ്? റൊട്ടേഷൻ ആണ് നടക്കുന്നത്. അല്ലാണ്ട് ലീനിയർ ആയിട്ട് ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് മൂവ് ചെയ്യണില്ലേ, ഇവിടെ തന്നെ കിടന്ന് കറങ്ങാണ് ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ടത് ഫോഴ്സ് അല്ല, ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ടോർക്ക് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ എന്തെഴുതാം? തീറ്റ. ഇതാണ് നമ്മുടെ വർക്ക് ഡൺ വേണ്ട കാര്യങ്ങൾ. ഇവിടെ നമുക്ക് വേണ്ടത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ല, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഈ ടേമിനെ തന്നെ ജസ്റ്റ് വളരെ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചാണ് വിചാരിക്കുക. അപ്പൊ ജസ്റ്റ് ഈ ഡൈപോളിന് വളരെ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ഞാനിവിടെ എഴുതുന്നുണ്ട്. dθ എന്ന് പറഞ്ഞ ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്ന് ആദ്യം ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നത് വളരെ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് സംഭവിച്ചു. അപ്പൊ വളരെ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ അവിടെ ഉണ്ടായ വർക്ക് ഡൺ നമ്മൾ എങ്ങനെ എടുക്കുള്ളൂ? വളരെ ചെറുതായിട്ട് തന്നെയാണ് എടുക്കുക. അപ്പോൾ വളരെ ചെറിയ വർക്ക് ഡൺ dW = എന്തെഴുതാം? ടോർക്ക് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? dθ ആണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് പകരം ടോർക്ക് ഇൻറ്റു ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. കാരണം എന്താ? ഇവിടെ ഒരു ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്തേക്ക് നീങ്ങി പോവല്ല ചെയ്യണം, ഇവിടെ കിടന്ന് തന്നെ കറങ്ങാണ്. റൊട്ടേഷണൽ അല്ലാതെ ഫോഴ്സ് എന്താണ്? ടോർക്കാണ്. ഡിസ്പ്ലേസ്മെന്റ് പകരം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ dW = ടോർക്ക് ഇൻറ്റു dθ. നമ്മൾ ടോർക്കിന്റെ ഇക്വേഷൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ടോർക്ക് എന്താണ്? ടോർക്ക് എന്തായിരുന്നു? PE sin θ ആയിരുന്നു ടോർക്ക്. അങ്ങനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ dW = ടോർക്കിന് പകരം P sin θ എഴുതാം, ഒപ്പം തന്നെ dθ ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് ടോട്ടൽ വർക്ക് ഡൺ കാണണം. ഇപ്പൊ W = ആയി മാറും. നമ്മൾ ഇതിനൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം θ 1 ആണെന്ന് വിചാരിക്കും, മറ്റേ θ 2. PE sin θ. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടി എന്താ? കോൺസ്റ്റന്റ് എടുത്ത് പുറത്തേക്ക് ഇടും. കോൺസ്റ്റന്റ് ഇവിടെ PE ആണ്. ബാക്കി ആൾക്കാർ θ 1, θ 2, sin θ. സൈൻ ആണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സൈൻ്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ?
ഇന്റഗ്രൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ അത് സൈൻ തീറ്റ ഡി തീറ്റ ഞാൻ ഡി തീറ്റയോടെ എഴുതിയില്ല, ഡി തീറ്റ ഉണ്ട് കേട്ടോ. സൈൻ തീറ്റ ഡി തീറ്റ ഇസ് ഇക്വൽ ടു മൈനസ് കോസ് തീറ്റ ആണ്. അപ്പൊ സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് തീറ്റ. അപ്പൊ ഇന്റഗ്രൽ സൈൻ തീറ്റയ്ക്ക് വേറെ എന്ത് എഴുതാം? മൈനസ് കോസ് തീറ്റ. പി ഇ മൈനസ് കോസ് തീറ്റ. ലോവർ ലിമിറ്റ് തീറ്റ 1 ആണ്, അപ്പർ ലിമിറ്റ് തീറ്റ 2. അവിടെ നമ്മൾ തീറ്റ 2 കൊടുക്കുക, പിന്നെ തീറ്റ 1 കൊടുക്കുക. പി ഇ ഇൻറ്റു മൈനസ് കോസ് തീറ്റ 2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. അപ്പൊ മൈനസ് കഴിഞ്ഞിട്ട് ലോവർ ലിമിറ്റ് തീറ്റ 1 കൊടുക്കുമ്പോൾ ഓൾറെഡി മൈനസ് ഉണ്ട്, പിന്നെ ഒരു മൈനസ് കൊണ്ട് ഒരു പ്ലസ് കോസ് തീറ്റ 1 ആവും. ഇതാണ് നമ്മുടെ വർക്ക് ഡണിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു ഫൈനൽ ഇക്വേഷൻ പി മൈനസ് കോസ് തീറ്റ 2 പ്ലസ് കോസ് തീറ്റ 1. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ വേണമെങ്കിൽ ഇതിനെ കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 എന്ന് എഴുതാം. ബുക്കിലൊക്കെ അങ്ങനെയാണ്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നിർത്താണ് ഇപ്പോൾ. അപ്പൊ നമ്മൾ ചെയ്തത് എന്താ? പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ആദ്യം തന്നെ എക്സ്റ്റേണൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് വരച്ചു, അത് കഴിഞ്ഞിട്ട് അതിൽ ഡൈപോൾ വരച്ചു. അതിനുശേഷം ഈ ഡൈപോളിന് ചെറിയൊരു മാറ്റം സംഭവിച്ചു, ജസ്റ്റ് ഒരു ചെറുതായിട്ട് നീങ്ങി. ആ നീങ്ങിയ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡി തീറ്റ. നമ്മൾ അവിടുത്തെ വളരെ ചെറിയ വർക്ക് ഡൺ കണ്ടുപിടിക്കുകയാണ്. വർക്ക് ഡൺ സാധാരണ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്, പക്ഷെ ഇവിടെ കറങ്ങണ കാരണം ടോർക്ക് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് എഴുതേണ്ടത്. ടോർക്കിന് പകരം എന്ത് കൊടുക്കാം? പി സൈൻ തീറ്റ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ വരുമ്പോൾ ഡി ഡബ്ല്യു ഇക്വൽ ടു ടോർക്ക് ഇൻറ്റു ഡി തീറ്റയ്ക്ക് പകരം പി ഇ സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ എന്നായിട്ട് മാറും. ഒപ്പം തന്നെ നമ്മൾ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യും. വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു തീറ്റ 1 ടു തീറ്റ 2 ഇന്റഗ്രൽ ഓഫ് പി സൈൻ തീറ്റ ഡി തീറ്റ. പി പുറത്തേക്ക് എടുക്കാം, ബാക്കി വരുന്നത് തീറ്റ 1 ടു തീറ്റ 2 സൈൻ തീറ്റ ഡി തീറ്റ. സൈൻ്റെ ഇന്റഗ്രൽ ആണ് മൈനസ് കോസ് തീറ്റ. ഇത് ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആദ്യം തന്നെ തീറ്റ 2 കൊടുക്കും, അത് കഴിഞ്ഞിട്ട് മൈനസ് തീറ്റ 1 കൊടുക്കും. ഇതുവരെയാണ് ഇക്വേഷൻ കിട്ടുന്നത്. നമ്മുടെ കഴിഞ്ഞിട്ടില്ല, നമ്മളിപ്പോൾ വർക്ക് ഡണിന്റെ ഏകദേശം ഫോമേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇനി പൊട്ടൻഷ്യൽ എനർജിക്ക് പ്രോപ്പറായ കൺവീനിയന്റ് ആയി കുറച്ചുകൂടെ എളുപ്പത്തിലുള്ള ഇക്വേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അടുത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റണം. അപ്പൊ ഇത് കൃത്യമായിട്ടുണ്ടായിരിക്കണം. നമുക്ക് ഇക്വേഷൻ പിടിച്ചാണ് അടുത്തത് ചെയ്യണം. നമുക്കിതിൽ തീറ്റ 1 തീറ്റ 2 ഒക്കെ ഞാനൊന്ന് ജസ്റ്റ് മേലെടുത്ത് എഴുതുന്നുണ്ട്. വർക്ക് ഡൺ ഈസ് ഇക്വൽ ടു പി ഇ മാറ്റേണ്ട. ആദ്യം തന്നെ കോസ് തീറ്റ 1 എഴുതുന്നുണ്ട്. തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. നമ്മളിനി ചെയ്യണത് ഫസ്റ്റ് ആംഗിളിന് തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കുകയാണ് ചെയ്യണത്. നമ്മൾ തീറ്റ 1ന് കൊടുക്കണത് കോസ് ഫസ്റ്റ് ഇക്വേഷനില് തീറ്റ 1ന് 90 ഡിഗ്രിയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. കാരണം നമുക്ക് കിട്ടുന്ന ആൻസർ കുറച്ചുകൂടി എളുപ്പമായിട്ട് മാറാൻ വേണ്ടിയാണ് തീറ്റ 1 90 കൊടുക്കുന്നത്. അങ്ങനെ ഒരെണ്ണം 90 ആണെങ്കിൽ തീറ്റ 2ന് വരുന്നതിന് കൊടുക്കാം, തീറ്റ തന്നെ കൊടുക്കാം. ഒരേ ആംഗിള് തീറ്റ 1 എന്ന് പറയുന്നത് 90 കൊടുക്കുകയാണ്, തീറ്റ 2 എന്ന് പറയുന്നത് തീറ്റ തന്നെ കൊടുക്കുകയാണ്. നമ്മുടെ ഇക്വേഷൻ മാറും. നമുക്ക് വേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജീനെ അല്ലെങ്കിൽ പി എന്ന് എഴുതാം, അല്ലെങ്കിൽ യു എന്ന് എഴുതാം. യു ഈസ് ഇക്വൽ ടു പി ഇ കോസ് തീറ്റയ്ക്ക് വരെ എന്ത് കൊടുക്കാം? കോസ് 90 മൈനസ് കോസ് തീറ്റ. നമുക്കറിയാം കോസ് 90ന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇത് ഫുൾ ആയിട്ട് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ബാക്കി അപ്പൊ പി മൈനസ് കോസ് തീറ്റ, മൈനസ് പി കോസ് തീറ്റ ആയിട്ട് മാറും. അപ്പൊ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇക്വൽ ടു മൈനസ് പി ഡോട്ട് ഇന്ന് എഴുതാം. കാരണം കോസ് തീറ്റ എന്ന് പറയുന്നതാണ് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇക്വൽ ടു മൈനസ് പി ഡോട്ട് ടി അല്ലെങ്കിൽ മൈനസ് പി ഇ കോസ് തീറ്റ എന്നും എഴുതാം. ഇതാണ് എക്സ്റ്റേണൽ ഫീൽഡിലുള്ള ഒരു ഡൈപോൾ ഉണ്ടായിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. നമുക്ക് ഇതാണ് പ്രോപ്പറായി കിട്ടിയത്. ഇതിൽ നമ്മൾ കുറച്ചുകൂടി എളുപ്പമാക്കി മാറ്റാൻ വേണ്ടി തീറ്റ 1 എന്ത് വാല്യൂ കൊടുത്തു? 90 കൊടുത്തു. അപ്പൊ ഫസ്റ്റ് തന്നെ ഇങ്ങനെയാണ് ഡൈപോൾ വെച്ചിരിക്കണമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്നാണ് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇതിനുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യു ഇസ് ഇക്വൽ ടു മൈനസ് പി കോസ് തീറ്റ അഥവാ
ഇവിസിക്കൽ മൈനസ് പി ഡോട്ട് ഇ. ഇതാണ് ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഇതോടുകൂടി ഈ പ്രൂഫും തീർന്നു.